ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ദേവസ്വം മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെ ഭരണസമിതിയും അന്വേഷണ പരിധിയിൽ. പ്രശാന്തിന്റെ ഭരണസമിതി പാളികളിൽ സ്വർണം പൊതിഞ്ഞതും അന്വേഷിക്കും. 1998 മുതൽ 2025 സെപ്റ്റംബർ വരെയുള്ള ക്രമക്കേടുകൾ അന്വേഷണ പരിധിയിലുണ്ട്. വിശദാംശങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, അന്വേഷണ പരിധി വ്യാപിപ്പിച്ചിരിക്കുകയാണ്. പ്രശാന്ത് അധ്യക്ഷനായിട്ടുള്ള ഭരണസമിതിക്ക് മേലും അന്വേഷണം വരികയാണല്ലേ? KP അന്വേഷണ സംഘത്തിന്റെ കാലാവധി ദീർഘിപ്പിച്ചുകൊണ്ടുള്ള ഹൈക്കോടതി നിർദ്ദേശത്തിന് പിന്നാലെ സമഗ്രമായ രീതിയിൽ അന്വേഷണം നടത്താൻ തന്നെയാണ് SIT പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇപ്പോൾ ഇക്കഴിഞ്ഞ ടൈമിലുണ്ടായിരുന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ ഭരണസമിതിയിലെ അഴിമതികളും, അതായത് സ്വർണ്ണക്കടലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അന്വേഷിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. PS പ്രശാന്തിന്റെ ആ ഭരണസമിതിയിൽ ഇരുന്ന സമയത്ത് സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും, സ്വർണ്ണപ്പാളികൾ ആ പാളികളിൽ സ്വർണം പൊതിഞ്ഞതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം അന്വേഷണം നടത്തുമെന്നാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം പറയുന്നത്. അതായത് അതോടൊപ്പം തന്നെ 1998 മുതൽ 2025 വർഷം 2025 സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ നടന്ന ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള, സ്വർണം പൂശലുമായി ബന്ധപ്പെട്ടുള്ള അഴിമതികളെല്ലാം സമഗ്രമായ രീതിയിൽ തന്നെ അന്വേഷിക്കുവാനുള്ള തയ്യാറെടുപ്പിൽ കൂടിയാണ് പ്രത്യേക അന്വേഷണ സംഘം എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിലവിലെ കേസ് മാത്രമല്ല, മുൻപും സമാനമായ കേസുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ, അതിലെല്ലാം ഒരു വ്യക്തത വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അന്വേഷണം ഒരു സമഗ്രമായ രീതിയിൽ അന്വേഷണം നടത്താനുള്ള തീരുമാനത്തിലേക്ക് SIT എത്തിച്ചേർന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്, ഇപ്പോൾ നിലവിൽ നമുക്കറിയാം, പലതവണ നമ്മൾ ഈ പ്രശാന്തിൻ്റെ വിഷയത്തിൽ വാർത്തകൾ നൽകിയിരുന്നതാണ്. എന്തായാലും പ്രശാന്തിനെ വീണ്ടും അന്വേഷിക്കാൻ വിളിപ്പിക്കുമെന്നതടക്കമുള്ള വാർത്തകളും ഇടയ്ക്ക് പ്രചരിച്ചിരുന്നു. എന്തായാലും ഈ പ്രശാന്തിൻ്റെ കാര്യത്തിൽ കൂടി, അല്ലെ പ്രശാന്തിന് കൂടി കുരുക്ക് മുറുകുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്. പ്രശാന്തിൻ്റെ കാലത്ത് നടന്ന ആ ടൈമിൽ നടന്ന ഭരണസമിതിയിൽ നടന്നു കഴിഞ്ഞാൽ ആ സ്വർണ്ണം പൂശൽ അടക്കമുള്ള കാര്യങ്ങൾ, അതിലും ഇപ്പോൾ അന്വേഷണം നടത്തുമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം പറയുന്നത്. അതോടൊപ്പം തന്നെ സമഗ്രമായ രീതിയിൽ ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് സമഗ്രമായ രീതിയിലുള്ള അന്വേഷണത്തിന് കൂടിയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നത്. KP പ്രശാന്ത് ശങ്കരമംഗലത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.